ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വ്ളോഗിൽ ഞങ്ങൾ എല്ലാവരും കെട്ടിപ്പറക്കി കൊണ്ട് പോകുന്നതല്ലേ ലാസ്റ്റ് കണ്ടത്. എവിടേക്കാണ് പോകുന്നത്, ട്രിപ്പ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതാണ് ഈ വ്ളോഗ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും റെഡിയായി ഫുൾ സെറ്റായി നമ്മൾ കാറിൽ കയറി ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇതാ പോവാണ്. പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരേ ഒരു സങ്കടം. എനിക്ക് കുറേ പെറ്റ്സ് ഉണ്ടെങ്കിലും കുറച്ചധികം എനിക്കൊരു പാർഷ്യാലിറ്റി ഉണ്ട് ഹാപ്പിയുടെ അടുത്ത് കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഏക വിഷമം അവനെ ബാക്കിൽ വിട്ടിട്ട് പോകുന്നതായിരുന്നു. എന്നാലും കുഞ്ഞാവ നോയിക്കോളും എന്നുള്ളൊരു സമാധാനത്തിൽ വണ്ടി കയറി പോവാണ് കേട്ടോ. കാറിൽ കയറിയതും കൊച്ചു ബേബി ഉറങ്ങിപ്പോയി, നല്ല ഉറക്കത്തിലാണ് കേട്ടോ അവള്. അപ്പം ഞങ്ങൾ ഫുൾ തീർത്ഥ യാത്രയ്ക്കാണ് പോകുന്നതെങ്കിലും ഒരു ചിൽ മോഡായിരുന്നു കേട്ടോ. അശോക്, അരുൺ ചേട്ടൻ, അനു, ആശമ്മ, അർജുൻ ചേട്ടൻ, ഞാൻ, കൊച്ചേബി, ഞങ്ങൾ ഇങ്ങനെ ട്രിപ്പ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അനു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അനു തമിഴ്നാട് സൈഡിലോട്ട് പോയിട്ടേ ഇല്ല, അതുകൊണ്ട് തമിഴ്നാട് എത്തിയപ്പോൾ അള്ളേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അനു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് തക്കല കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അഴകിയ മണ്ഡപമോ അങ്ങനെ എന്തോ ആണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ബിസ്മി എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഉണ്ട്. അപ്പം അർജുൻ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവിടെ പൊറോട്ടയും മട്ടനും എന്തൊക്കെയൊക്കെയോ ഭയങ്കര ടേസ്റ്റിയാണ്, നിങ്ങൾ കയറി കഴിക്കണേ എന്നൊക്കെ പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പം എനിക്ക് പിന്നെ പ്രതീക്ഷയില്ല, ഇങ്ങനെയുള്ള ഹോട്ടലുകളിൽ സാധാരണ വെജ് കിട്ടുകയില്ലല്ലോ, നോൺ വെജിറ്റേറിയൻസിന് വേണ്ടിയുള്ള ഹോട്ടലാണല്ലോ ഇതൊക്കെ. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ പൊറോട്ടയും കുറുമയും എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. പ്രാവശ്യം 2 വെജിറ്റേറിയൻസ് ആണ്, ഞാനും അശോകും വെജിറ്റേറിയൻസ് ആണ്, ബാക്കി എല്ലാവരും നോൺ വെജിറ്റേറിയൻസ് ആണ്. ഞങ്ങൾക്ക് ദൈവം സഹായിച്ച പൊറോട്ടയും കുറുമയും കിട്ടി. അങ്ങനെ അത് കഴിച്ചു. ഇവരൊക്കെ വന്നപ്പോൾ തന്നെ അശോക് ഗോലി സോഡ പറഞ്ഞു, അനുവും ഗോലി സോഡ കുടിച്ചു, അർജുൻ ചേട്ടനും ചായ കുടിച്ചു, ആശമ്മ ചായ കുടിച്ചു. അവർ പറയുന്നു നോൺ വെജ് ഒക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ പൊറോട്ടയും കുറുമയും അത്യാവശ്യം പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ. ഈ നോൺ വെജ് ഹോട്ടലിൽ സാധാരണ ഈ വെജ് തീരെ അവർ മൈൻഡ് അടിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിടും, ഇത് അതുപോലൊന്നും അല്ലായിരുന്നു, ടേസ്റ്റി ആയിരുന്നു. ആ കിട്ടിയ ഗ്യാപ്പിൽ കൊച്ചേബി എഴുന്നേറ്റപ്പോഴത്തേക്കും നമ്മൾ പാല് കൊടുത്തു. ആശമ്മ പാല് കാച്ചി കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മോക്ക് ആ സമയത്ത് നമ്മൾ പാല് കൊടുത്തായിരുന്നു. പിന്നെ റൂമിൽ പോയിട്ട് ബാക്കി കൊടുത്താൽ മതി എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. ട്രിവാൻഡ്രത്തിൽ നിന്ന് തിരുനെൽവേലി, അത് ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മൾ തിരുനെൽവേലിയിലോട്ടാണ് പോകുന്നത്, എൻ്റെ കുടുംബക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് തിരുനെൽവേലിയിലോട്ട് ഏകദേശം 4 hours എന്തോ ആണ്. നമ്മൾ 4 hours എന്തോ ആണ് എടുത്തത്. എൻ്റെ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് ശങ്കരൻ കോവിലാണ് കേട്ടോ. അത് തിരുനെൽവേലിയിൽ നിന്നും പിന്നെയും ഒരു എനിക്ക് തോന്നുന്നു ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1/4 മണിക്കൂർ എന്തോ പോകണം, അപ്പോഴാണ് ആ അമ്പലം എത്തുന്നത്. പക്ഷെ നമ്മൾ ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ റൂംസ് ഒന്നും നോക്കിയില്ല. ഞങ്ങൾ തിരുനെൽവേലി സിറ്റിയിൽ തന്നെയാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത് കേട്ടോ. നമുക്ക് എളുപ്പത്തിന് വേണ്ടി, കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിനൊക്കെ വേണ്ടി. പിന്നെ ഞങ്ങളുടെ ട്രാവലിൻ്റെ ആ ടൈമിൽ ഞങ്ങളൊരു സ്ഥലത്ത് കോഫി കുടിക്കാൻ ഇറങ്ങി. നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ, നല്ല സ്പേഷ്യസ് സ്ഥലം, ഒറ്റ മനുഷ്യനില്ല. ആ സമയം ആയതുകൊണ്ടായിരിക്കും, എന്തായാലും ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു പ്ലേസ്. ഞങ്ങൾ അവിടെ നിന്ന് ഞാനൊരു കിടിലൻ കോഫി കുടിച്ചു. അവരും കോഫിയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു കുടിച്ചത് കേട്ടോ. അവിടെ അതിൻ്റെ സൈഡിൽ ഒരു വലിയ ഫിഷ് ടാങ്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. അവിടെ കുറേ എനിക്കിഷ്ടമുള്ള മീനുകളുണ്ടായിരുന്നു. എനിക്കിപ്പോഴും അതിൻ്റെ പേരുകളൊന്നും ഭയങ്കരമായിട്ടൊന്നും അറിയത്തില്ല. കാർപ്പ് അതിനെ മാത്രമേ എനിക്കറിയാം. പിന്നെ എന്താ ഷാർക്കോ എന്തോ പറഞ്ഞു, എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ എല്ലാം ക്യൂട്ടായിരുന്നു കേട്ടോ മീനുകളെ കാണാൻ. എൻ്റെ വീട്ടിൽ സെയിം മീനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ആ ഹോട്ടലിൽ നിന്നിരുന്ന ഒരു ചേട്ടനാണ് ഇങ്ങനെ കൊച്ചുബേബിയെ കൊണ്ട് ആ മീൻ കാണിക്കാൻ വേണ്ടി പറഞ്ഞത്. മീനിനെ കണ്ടപ്പോൾ തന്നെ കൊച്ചുബേബി അത് എങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വന്നിട്ട് ചക്കരേ പൊന്നേ ബാ എന്നൊക്കെ പറഞ്ഞ് കൊച്ചുബേബി ഭയങ്കര കൊഞ്ചിച്ചൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കൊച്ചുബേബി ഒരു പെറ്റ് ലവറായിട്ട് വളരണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ഒരു ഡോഗ് ലവറാണ്, ആനിമൽ ലവർ ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കിപ്പോഴും കുറേ ജീവികളൊക്കെ എനിക്ക് തൊടാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയും ഒക്കെ ഉണ്ട് എനിക്കിപ്പോൾ. പക്ഷേ അർജുൻ ചേട്ടന് എല്ലാ ആനിമൽസിലെയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് മോളൊരു നല്ല ആനിമൽ ലവർ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞങ്ങൾ സ്ഥലം എത്തി. എൻ്റെ അമ്മ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കാർ കൊണ്ടേ പാർക്ക് ചെയ്ത്. ഞങ്ങൾ തിരുനെൽവേലി സിറ്റിയിൽ അഫ്ന പാർക്ക് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് അവരുടെ ഫോൺ നമ്പറിലോട്ട് വിളിച്ച്, നമ്മുടെ തമിഴാണല്ലോ, അണ്ണേ റൂം കൊടുങ്ങണ്ണേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അണ്ണ പറഞ്ഞു യെസ് 2 റൂം ഇരിക്ക് അണ്ണേ എന്ന് പറഞ്ഞ് നമ്മൾ നേരെ അഫ്ന പാർക്കിലോട്ടാണ് പോയത്. ഒരു റൂമിന് 2500 എന്തോ ആണ്. ഒരു എക്സ്ട്രാ ബെഡും കൂടെ വരുമ്പം 3500 അങ്ങനെ എന്തോ ആവും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 2 റൂമാണ് എടുത്തത്. ആദ്യം ഞങ്ങളുടെ പ്ലാൻ ഒരു റൂമിൽ പെണ്ണുങ്ങൾ മുഴുവൻ, അതായത് അനു, ആശമ്മ,
ഞാൻ, കൊച്ചേബി, ഞങ്ങൾ ഇത്രയും പേര് ഒരു റൂമിൽ. പിന്നെ ഒരു റൂമിൽ അരുൺ ചേട്ടനും അശോകും അർജുൻ ചേട്ടനും. ഇങ്ങനെയാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് അത് ചേഞ്ചായി. അശോക്, അരുൺ ചേട്ടൻ, അനു ഒരു റൂമിലുമായി. ആശമ്മ, ഞാൻ, അർജുൻ ചേട്ടൻ, കൊച്ചേബി ഒരു റൂമിൽ. ഇങ്ങനെ നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്തു. എന്തായാലും നല്ല നല്ല റൂമായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു സാധാരണ നമ്മളിതുവരെയായിട്ട് അങ്ങനെ പോയി സ്റ്റേ ചെയ്യുന്നതൊക്കെ ഒരുമാതിരത്തെ ഹോട്ടലായിരിക്കും, ഒരു എന്തോന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ഇത് നല്ല അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ. നല്ല സ്പേഷ്യസ് റൂം, നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റ്, മൊത്തം ഒരു നമ്മൾ ഈ പ്രൈസിന് കാട്ടിലും കൂടുതൽ ഫെസിലിറ്റി പോലത്തെ ഒരു റൂം പോലെ എനിക്ക് തോന്നി. സാധാരണ ഇപ്പം 5000-6000 രൂപ വാങ്ങിക്കുന്ന റൂമും ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ അപ്പോൾ ഈ ഒരു പ്രൈസിന് ഈ റൂം ഭയങ്കര വർത്തായിട്ട് എനിക്ക് തോന്നി. നല്ല റൂമായിരുന്നു. ഒരേ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ റൂമിൽ 3 ബെഡ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അവിടെ കൊച്ചേബി പെട്ട് ഗൈസ്. കാരണം കൊച്ചേബിക്ക് എന്നെ അർജുൻ ചേട്ടൻ്റെ നടുക്ക് കിടന്നാണ് ശീലമുള്ളത്. അതുകൊണ്ട് ഈ ബെഡിൻ്റെ നടുക്കുള്ള ഗ്യാപ്പ് കൊച്ചേബിയെ വല്ലാതെ അങ്ങ് അലട്ടി ബുദ്ധിമുട്ടിച്ചു പോയി. ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ആ നടുക്കുള്ള ആ ടേബിളില്ലേ, ആ ഫോൺ ടേബിൾ മാറ്റിയിട്ട് ഞങ്ങൾ ബെഡ് രണ്ടും അടുത്ത് ചേർത്ത് പിടിച്ച് ഇട്ടിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. അപ്പം ഇതാ അർജുൻ ചേട്ടൻ കിടക്കുന്ന ഈ ബെഡും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ ബെഡും കൂടെ ചേർത്തിട്ടിട്ട് ഞങ്ങൾ 3 ഇവിടെ കിടന്നു. അതുകൊണ്ട് ആ ബെഡിൽ ആ സമയം കിടന്നു. അങ്ങനെയാണ് നമ്മൾ ആ രാത്രി നീക്കിയത്. എന്തായാലും നമ്മൾ രാത്രിയല്ല കേട്ടോ, നമ്മൾ എത്തിയപ്പോൾ തന്നെ വെളുപ്പായി. അരുൺ ചേട്ടൻ കൊച്ചുബിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുൺ ചേട്ടന് ആഗ്രഹം രാവിലെ അമ്പലത്തിൽ പോകണം എന്നുള്ളായിരുന്നു. പക്ഷെ അർജുൻ ചേട്ടന് വൈകിട്ട് പോയാൽ മതി. അപ്പോൾ ഞങ്ങളൊരു ചെറിയ ഡിബേറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തീരുമാനിച്ചു വൈകിട്ട് അമ്പലത്തിൽ പോകാം. അങ്ങനെ രാവിലെ അച്ഛനും മോളും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. സാധാരണ ഞാൻ എപ്പോൾ റൂം എടുത്താലും ആ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ടൈം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പൈസ കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വരും. ഇപ്രാവശ്യം ഞാൻ വളരെ ഒരു അച്ചടക്കമുള്ള ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു അമ്മയായിട്ട് ഞാൻ മാറിയിരിക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ അലാറം വെച്ച് എഴുന്നേറ്റ് ഡ്രസ്സ് മാറി കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ടെന്താ, ഞാൻ ഒട്ടും റിഗ്രറ്റ് ചെയ്തില്ല. പോയത് കൊണ്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കിട്ടിയത് കേട്ടോ. സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതായത് അപ്പുറത്ത് ഞാൻ എഴുന്നേറ്റ് റെഡിയായ സമയം തന്നെ അരുൺ ചേട്ടൻ റെഡിയായിരുന്നു. സർപ്രൈസിംഗ്ലി അനു റെഡിയായിരുന്നു. ഞാൻ വെച്ചാൽ അനു ഉറക്കമായിരിക്കും, കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചു. അർജുൻ ചേട്ടൻ ഓൾറെഡി രാത്രി പറഞ്ഞാണ് എന്നെ വിളിച്ചു പോരുത്, ഞാൻ കിടന്നുറങ്ങാൻ പോവാണെന്നുള്ളതുകൊണ്ട് ചേട്ടനെ വിളിച്ചില്ല. ചേട്ടനും മോളും കൂടെ കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റിലോട്ട് വരട്ടെ. അരുൺ ചേട്ടൻ്റെ അശോകിൻ്റെ ഫേവറേറ്റ് ഡിഷാണ് പൊങ്കൽ കേട്ടോ. അവർ ഭയങ്കര ഹാപ്പിയായി. അവിടെ പൊങ്കലുണ്ടായിരുന്നു, ഇഡ്ഡലി, പൂരി, പിന്നെ നമ്മുടെ ഉപ്പുമാവുണ്ട്, പിന്നെ ഇടിയപ്പം ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ വെറൈറ്റി, എല്ലാം ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞാൻ ഇഡ്ഡലി എടുത്തു, പിന്നെ പൂരി എടുത്തു, പിന്നെ കേസരി ഉണ്ടായിരുന്നു. അത് പൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കേസരി അടിപൊളിയായിരുന്നു. അരുൺ ചേട്ടൻ പൊങ്കലും പൂരിയും കേസരിയും കഴിച്ചു. അശോക് പൊങ്കൽ, കേസരി, അനു ഇഡ്ഡലി, പൂരി, ആശമ്മ എനിക്ക് തോന്നുന്നു പൂരിയാണ് കഴിച്ചതെന്ന് തോന്നുന്നത്. നമ്മളതെല്ലാം കഴിച്ചിട്ട് കൊച്ചേബിക്ക് ഒരു ഇഡ്ഡലിയും പൂരിയുടെ മറ്റേ കിഴങ്ങിൻ്റെ മസാല ഉണ്ടല്ലോ, അത് പാക്ക് ചെയ്തുകൊണ്ട് പോയി കേട്ടോ. എന്തായാലും ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞ്. ഈ ഓസിന് കിട്ടുന്ന സാധനം ടേസ്റ്റി ആയിരിക്കും എന്ന് പറയുമല്ലോ, അതുപോലെയായിരുന്നു ഈ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്. മാപ്പ് ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കൂടെ ഓരോ ബോർഡ്സൊക്കെ കാണുമല്ലോ. ആ ബോർഡിലൊക്കെ തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ആക്ച്വലി എൻ്റെ മദർ ടങ് തമിഴാണെങ്കിലും എനിക്ക് എഴുതാനും വായിക്കാൻ അറിയില്ല. എൻ്റെ അമ്മ ഒത്തിരി എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ അരുൺ ചേട്ടൻ അതെല്ലാം വായിച്ച് എനിക്ക് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. രണ്ടുപേരും യോഗാസനത്തിലാണ്, അച്ഛനും മോളും കൂടെ. ഇത് കറക്റ്റ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് തീർന്ന സമയത്താണ് കേട്ടോ രണ്ടുപേരും എഴുന്നേൽക്കുന്നത്. എന്തായാലും മോക്ക് ഞാൻ പാക്ക് ചെയ്തുകൊണ്ട് വന്നത് കൊണ്ട് അത് ഞാൻ മോക്ക് കൊടുത്തു. അർജുൻ ചേട്ടൻ പിന്നീട് ഒരു മഷ്റൂം മസാലയും ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നീട് പോയി കുളിച്ച് റെഡിയായി വന്നതാ. അമ്പലത്തിലേക്ക് പോകാനുള്ള ചേട്ടൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടോ, നല്ല രസമില്ലേ? എനിക്ക് ഈ ബ്ലൂ അർജുൻ ചേട്ടൻ ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കിടുക്ക് ഷർട്ട്. ഇത് നമ്മൾ മാർക്സ് ആൻഡ് സ്പെൻസേഴ്സ് എന്ന് വാങ്ങിച്ച ഷർട്ടാണ്. പൊളി, എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ റെഡിയാവുന്നതിന് മുന്നേ പോയി കൊച്ചേബിയെ കുളിപ്പിച്ച് ഞാനും കുളിച്ചു എന്നോണം പറയാനായിട്ട്. എൻ്റെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഫുൾ നനഞ്ഞ് കുളിച്ചിരിക്കുവാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവിടുത്തെ പൈപ്പിൽ തലമുടി നനയ്ക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഞങ്ങൾ മറ്റേ മിനറൽ വാട്ടറിലാണ് തല നനച്ചത്. കാരണം ഭയങ്കര ഉപ്പിൻ്റെ
ഒരു ചൊവ്വ വെള്ളത്തിലൊക്കെ. അപ്പോൾ അത് മുടിക്ക് പണി കിട്ടും എന്നുള്ളതുകൊണ്ട് നമ്മൾ മിനറൽ വാട്ടറാണ് യൂസ് ചെയ്തത്. അപ്പോൾ കൊച്ചു ബേബിയെ ഞാൻ ഈ റെഡ് പട്ടുപാടയും ബ്ലൗസ് ഓർമ്മയുണ്ട്, അനുവിൻ്റെ അരങ്ങേറ്റത്തിന് വേണ്ടി തയ്പ്പിച്ചതാണ്, അതാണ് ഇടിയിപ്പിച്ചത്. അപ്പോൾ കൊച്ചു ബേബിയെ കുളിപ്പിച്ച് കഴിയുമ്പോൾ സമയം പോകുന്നതുകൊണ്ട് അർജുൻ ചേട്ടൻ മുടി അങ്ങ് കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞു. ആ സമയം കൊണ്ട് ഞാൻ കുളിച്ച് വന്നു കേട്ടോ. ഞാൻ കുളിച്ച് വന്നിട്ട് ഞാൻ വീണ്ടും ഈ ഉടുത്തിരിക്കുന്ന ഈ ഗ്രീൻ സാരി എൻ്റെ അമ്മൂമ്മയുടെ സാരിയാണ്. അമ്മൂമ്മ ഒത്തിരി കച്ചേരികൾക്ക് ഉടുത്തിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ. ഇത് ഉടുത്തപ്പം എല്ലാ പ്രാവശ്യം ഓരോ പ്രാവശ്യം അമ്മൂമ്മയുടെ സാരി ഉടുക്കുമ്പോഴൊക്കെ എനിക്കൊരു മിക്സ്ഡ് ഫീലിംഗ് ആണ്. ഇത് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് ഉടുത്തപ്പോഴത്തേക്ക്. ഞാൻ എടുത്തു വെച്ച ബ്ലൗസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഒരു നീല ബ്ലൗസാണ് ഞാൻ എടുത്തു വെച്ചത്. പക്ഷേ അവിടെ പോയപ്പോൾ എൻ്റെ മനസ്സ് മാറി. ഞാൻ ഈ വൈറ്റിൽ ഗോൾഡ് ബോർഡർ വരുന്ന ബ്ലൗസും ഈ ഗ്രീൻ സാരിയും കൂടെ ആയിട്ട് പെയർ ചെയ്തു. എനിക്കൊന്നും അത്ര കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാനൊരു നെക്ലെസ് പോലത്തെ ഒരു സംഭവം എടുത്തു, പക്ഷെ അതിൻ്റെ കൊളുത്ത് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ എൻ്റെ താലി മാല ഡബിളാക്കി അതിട്ടു. അപ്പോൾ എൻ്റെ താലി കഴുത്തോട് ചേർന്ന് വരുന്ന, അതൊരു കഴുത്തോട് ചേർന്നിരിക്കുന്ന നെക്ലെസ് ആയിട്ടിരിക്കും. നമ്മുടെ ബാക്കി ലെയർ ഒരു ലോങ് മാലയായിട്ട് കിടക്കുകയും ചെയ്യും. എനിക്കിങ്ങനെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഞാൻ വളയൊക്കെ ഇട്ടു, എല്ലാം കഴിഞ്ഞു. ഇപ്പോഴാണ് ഒരു വലിയൊരു പ്രശ്നം പറ്റി. ഞാൻ ഒരൊറ്റ പിന്ന് പോലും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ആശമ്മയുടെ ബാഗിൽ സിബിന് വെച്ചിരുന്ന ഒരു പിന്ന് ഇട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. ഒരൊറ്റ പിന്നിലാണ് ഞാൻ ഈ സാരി എടുത്തിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് മിഞ്ചി ഞാൻ മറക്കാതെ എടുത്തിരുന്നു കേട്ടോ. തമിഴ്നാട് അമ്പലമായതുകൊണ്ട് എനിക്ക് ഫുൾ തമിഴ് സ്റ്റൈലിൽ ഒന്ന് പിടിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മിഞ്ചി എടുത്തു വെച്ചിരുന്നു. നമ്മളതിനെ മെട്ടി എന്നാണ് പറയുന്നത്. അതൊക്കെ ഞാൻ ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ കൊച്ചുബേബിക്ക് കണ്ണൊക്കെ എഴുതി കൊടുത്തു, പൊട്ടൊക്കെ വെച്ച് കൊടുത്തു, കൊച്ചുബേബിയെ റെഡിയാക്കി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി പോകണം കേട്ടോ. ബാക്കി എല്ലാവരും റെഡിയായി താഴെ നിൽക്കുവാണ്. ഞങ്ങളെ ഒരുക്കത്തിൻ്റെ കലാപരിപാടികൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാലും ആശമ്മയുടെ സാരി ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? നല്ലൊരു നീല സാരി കൊടുത്ത് ആശമ്മയെ സുന്ദരിയായിട്ട് റെഡിയായി. അനു ഒരു നീല പട്ടുപാടയും ബ്ലൗസുമാണ്. ഇത് നവരാത്രിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ അനു ബ്ലൂ ആണ്, അർജുൻ ചേട്ടൻ ബ്ലൂ ആണ്, ആശമ്മ ബ്ലൂ ആണ്. പിന്നെ ഞാനും അരുൺ ചേട്ടനും ഓൺ പോണം കേട്ടോ. അരുൺ ചേട്ടൻ ഒരു കോഫി ബ്രൗൺ, ഞാനൊരു ഓലിവ് ഗ്രീൻ. അശോക് എന്നാണ് ഇട്ടിരിക്കുന്നത്, ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോട്ടലിൽ അവിടെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയില്ല. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു, മറ്റാർക്കോ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഒരാവശ്യമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നേ കാറ് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. മറ്റേ വെയിലടിച്ച് പഴുത്തിരിക്കുമായിരുന്നല്ലോ, അങ്ങനെ കയറി ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കാറ് തണുപ്പിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്നാണ് തോന്നുന്നത്. ആ സമയത്ത് ഞാൻ ഈ മിട്ടിയിട്ടിരിക്കുന്ന അർജുൻ ചേട്ടന് കാണിച്ചു കൊടുത്തേ. ഞാൻ പൊതുവെ ഇങ്ങനെ എന്ത് കാണിച്ചാലും അർജുൻ ചേട്ടൻ അപ്പം എന്നെ കളിയാക്കും. ഞാൻ ഈ സിന്ദൂരമൊക്കെ ഇട്ട് അങ്ങനെ കാണുമ്പോഴത്തേക്ക് അർജുൻ ചേട്ടൻ എന്നെ കളിയാക്കും. അതെന്താണെന്നറിയില്ല. കളിയാക്കെന്ന് പറഞ്ഞാൽ പിന്നെ തീരെ മോശമായിട്ടില്ല, ചുമ്മാ ഒരു ലൈറ്റ് കോന. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് നോക്കുമ്പോഴേ ആ മറ്റേ മെയിൻ റോഡാണ് കാണുന്നത്. അങ്ങനെ കാറ് തണുത്തതിന് ശേഷം നമ്മളുടെ ആ കാറിലേക്ക് കയറി ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഈ തിരുനെൽവേലി സിറ്റിയിൽ നിന്ന് ശങ്കരൻകോവിൽ പോകുന്ന ആ ഒരു റൂട്ട് അടിപൊളി റൂട്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി വന്നപ്പോൾ അവിടെ കുറേ വിൻഡ് മിൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ രാത്രി സമയത്തായതുകൊണ്ട് കൊച്ചേബിയെ കാണിക്കാൻ നേരെ അങ്ങോട്ട് പറ്റിയില്ല. ഈ ഒരു റൂട്ടിലെങ്കിലും വിൻഡ് മിൽസിനെ കാണുമ്പോൾ കൊച്ചേബിയെ കാണിച്ചു കൊടുക്കാന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ മോള് കാരിക്കരയൊക്കെ ഉറങ്ങിപ്പോയി. ആ പോകുന്ന വഴി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമുക്ക് ഈ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. നല്ല ഒരു റൈഡായിരുന്നു, നല്ല ട്രിപ്പായിരുന്നു. ആ ഒരു സ്ട്രേറ്റ് റോഡായിരുന്നു, നല്ല സ്ട്രെച്ചായിരുന്നു. നമുക്ക് ഏകദേശം എത്താറാവുമ്പോൾ മാത്രമേ കുറച്ച് വളവും തിരിവൊക്കെ ഉള്ളൂ കേട്ടോ. കണ്ടുപിടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ കിഡ്ലം പ്ലേസാണ്. പക്ഷേ നമുക്ക് ടൈം പോകുന്നത് കൊണ്ടും നമ്മൾ കറക്റ്റായിട്ട് തുഴയൊക്കെ വേണമല്ലോ, അതുകൊണ്ട് നമ്മൾ ആ റിസ്ക് എടുത്തില്ല. നമ്മൾ വഴിയിൽ എവിടെയും സ്റ്റോപ്പ് ചെയ്തില്ല. ഇങ്ങനെ പോകുമ്പം ഓരോ വിഷ്വൽസൊക്കെ ക്യാപ്ചർ ചെയ്തേ ഉള്ളൂ കേട്ടോ. ഈ ശങ്കരൻകോവിലേക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഫ്ലാഷ് പോലെ വന്ന് വെക്കൊണ്ടിരുന്ന ഒരു മുഖമാണ് എൻ്റെ ഡാഡിയുടെ കേട്ടോ. ഇങ്ങനെ കാരണം ഞാൻ ലാസ്റ്റ് ഒരു 7 years മുമ്പ് ഇവിടെ വരുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് വന്നുപോയ ഒരു അമ്പലമാണിത് ലാസ്റ്റ്. അപ്പോൾ കുറേ മെമ്മറീസ്, അതിനൊരു ഫോട്ടോ പോലും ഇല്ല. അതിൽ അച്ഛൻ ഫുള്ള് എൻ്റെ അമ്മയുടെയും ഫോട്ടോസാണ് എടുത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 3 ഒരുമിച്ചുള്ള ഫോട്ടോ ഇല്ല ലാസ്റ്റ് ട്രിപ്പിൻ്റെ. അപ്പോൾ അന്ന് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നമ്മുടെ എന്താ പറയുക, കുലദേവത എന്ന് പറയുന്നത് ഗോമതി അമ്മനാണ് കേട്ടോ. അപ്പോൾ ആ ദേവി അന്ന് ഞങ്ങൾ ഇതുവരെയായിട്ടും കണ്ടില്ല. ദേവി അന്നൊരു ഒരു സാരിയൊക്കെ ഉടുത്തിട്ടാണ് നിന്നിരുന്നത്, വെള്ളയിൽ ഗോൾഡ് ബോർഡർ സാരി ഉടുത്തിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു, നീ ഒരു മലയാളിയായിരിക്കും കല്യാണം കഴിക്കാൻ പോകുന്നത്, അതായിരിക്കും ദേവി. അങ്ങനെ എൻ്റെ കല്യാണത്തിൻ്റെ ഒക്കെ ആ ഒരു സമയം, കല്യാണമൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മളവിടെ പോകുന്നത്. അപ്പോൾ ഈ വെള്ളയിൽ ഗോൾഡ് ബോർഡർ സാരി ഉടുത്തേക്കണം കണ്ടപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, നീ ഒരു മലയാളിയായിരിക്കും കല്യാണം കഴിക്കുന്നത്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നോക്കി അർജുൻ ചേട്ടൻ തമിഴിനല്ലല്ലോ, മലയാളിയല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് ആ ഒരു യാത്ര ഫുള്ള് കേട്ടോ ഇരുന്നത്. ഞങ്ങൾ 3 പേരും കൂടെ പോയപ്പോൾ ഉള്ള കാര്യങ്ങളും, അന്ന് ആശമ നമ്മുടെ കൂടെ ഉണ്ട് ഞങ്ങൾ ആ ട്രിപ്പ് പോയപ്പോൾ. ഡാഡിയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തുകൊണ്ടിരുന്നു.
പിന്നെ ഞങ്ങളിതാ അമ്പലത്തിലോട്ട് എത്തിയപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ പറയണ്ടല്ലോ, തമിഴ്നാട് വന്നു കഴിഞ്ഞാൽ പൂവ് എങ്ങനെ ഭംഗിയായിട്ട് കെട്ടി വെച്ചേക്കുന്നെന്ന് അറിയാമോ. ഓരോ പൂക്കളൊക്കെ കാണുമ്പോൾ തന്നെ ഛോ, നമുക്ക് എല്ലാം എങ്ങനെങ്കിലും വാരിയെടുത്ത് തലയിൽ വെക്കാൻ തോന്നും. കുറേ മുടി മാത്രം ദൈവം തന്നിരുന്നെങ്കിൽ നമുക്ക് തോന്നും കേട്ടോ. അത്രയ്ക്കും ഭംഗിയായിരുന്നേ. ഞങ്ങളെല്ലാവരും പൂ വാങ്ങിച്ച് വെച്ചു. ഞാൻ ഒരാളെ മറന്നു കേട്ടോ. കൊച്ചുബേബിക്ക് മാത്രം ഞാൻ പൂ വാങ്ങിച്ചില്ല. ബാക്കി ഞങ്ങളെല്ലാവരും പൂ വാങ്ങിച്ച് തലയിൽ വെച്ചു. അനുവും ഞാനും ആശമ്മയും. പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലെ ചെരുപ്പ് സൂക്ഷിക്കാനായിട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ. ബാസ്ക്കറ്റിലിട്ടു. ഇവിടെ നമ്മൾ ചെരുപ്പ് സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം ഇവിടെ നിന്ന് എന്തെങ്കിലും നമ്മൾ സ്വാമിക്ക് വാങ്ങിച്ചുകൊണ്ട് പോകണം, അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ആൾരൂപമില്ലേ അത് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു നാക്ക്, പിന്നെ കഴുത്ത്, പിന്നെ ഒരു സ്ത്രീ രൂപം, ഇത്ര അമ്മയ്ക്ക് വാങ്ങിച്ചു. അരുൺ ചേട്ടന് വേണ്ടിയിട്ട് നമ്മളൊരു ഫുൾ ഫാമിലിയുടെ രൂപമാണ് വാങ്ങിച്ചത്. ഒരു ഹസ്ബൻഡ്, വൈഫ്, 2 കുട്ടികൾ, അങ്ങനെ ഒരു ഫുൾ ഫാമിലിയുടെ രൂപം വാങ്ങിച്ചു. എനിക്ക് അർജുൻ ചേട്ടന് സെയിം ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുട്ടി ആ ഒരു രൂപം വാങ്ങിച്ചു. അതിനുശേഷം അർജുൻ ചേട്ടനും അശോകനും കരിയർ നന്നാവാനായിട്ടുള്ള ഒരു രൂപമുണ്ട്, അതും വാങ്ങിച്ചായിരുന്നു. ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് അവരുടെ ആ കടക്കാരുടെ ഡോഗാണ് കേട്ടോ, റോസി. ഇതിനെ കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ ഡോഗിനെ ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു കേട്ടോ. അത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ചിരിച്ച് കണ്ണൊക്കെ എഴുതി നിൽക്കുന്ന കണ്ടോ, ഭയങ്കര ഒരു സുന്ദരി കുട്ടിയായിരുന്നു റോസി. അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ അമ്പലത്തിന് അങ്ങോട്ട് പോവാണ്. ഞാൻ ഈ ഒരു നട വഴി ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. ഞങ്ങൾ എപ്പോഴും മെയിൻ എൻട്രൻസ് വഴിയാണ് കയറാറുള്ളത്. ഇതാദ്യമായിട്ടാണ് ഞാൻ ഈ സൈഡിൽ കൂടെ കയറുന്നത്. ഇങ്ങോട്ട് കയറുമ്പോഴേ ഫസ്റ്റ് ഒരു ഗണപതിയാണുള്ളത് കേട്ടോ. അവിടെ തേങ്ങയൊക്കെ ഉടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ അകത്തേക്ക് പോയത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഒന്നും കൂടെ ഓപ്പോസിറ്റ് നടന്ന് മെയിൻ എൻട്രൻസ് വഴി ഞങ്ങൾ എല്ലാവരും ഒന്ന് കയറി കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ അകത്തോട്ട് പോയത്. ഈ എൻട്രൻസിൽ ഫസ്റ്റ് പൂ വെക്കാനിരിക്കുന്ന ഒരു ചേച്ചി ഞങ്ങളെ തിരിച്ച് വിളിച്ചിട്ട് ഒരു കുറച്ച് പൂ വന്നിട്ട് പറഞ്ഞു, പാപ്പാക്ക് വെച്ച് വിടുമാ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ശരിക്കും ആലോചിക്കുന്നത്, മോക്ക് ഞാൻ പൂ വയ്ക്കാൻ മറന്നുപോയെന്ന്. എന്നിട്ട് ആ ലേഡി എന്ത് ചെയ്താൽ നമ്മുടെ നിന്ന് പൈസയും വാങ്ങിക്കുന്നില്ലായിരുന്നു കേട്ടോ. ഭയങ്കര സ്നേഹം. ഇങ്ങനെ സ്നേഹമുള്ള ഒത്തിരി പേരെ നമ്മൾ ഈ സൈഡിലോട്ടൊക്കെ കാണാൻ പറ്റുമേ. നല്ല ഒരു മുല്ലയിൽ ഇങ്ങനെ റെഡ് റോസ് ഇങ്ങനെ ചേർത്ത് മിക്സ് ചെയ്ത് കെട്ടിയ പൂവാണ് കൊച്ചുബേബിക്ക് കൊടുത്തത്. നമ്മളിവിടെ നിന്ന് നേരെ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ ആദ്യം ഒരു പാത്ത് വേയിൽ ഇങ്ങനെ 2 സൈഡിലും ഫുൾ കടകളാണ് കേട്ടോ. അവിടെ കുപ്പിവളകൾ, മാല, ഭഗവാൻ ഇടാനുള്ള മാലയാവട്ടെ, അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, ഇങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങളാണ് കേട്ടോ. പൊട്ട്, കൺമഷി, ഇങ്ങനെയൊക്കെ. അനുവിൻ്റെ മാല എടുക്കാൻ മറന്നുപോയി. കമ്മലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മാലയുടെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിന്നൊരു മാല അങ്ങ് വാങ്ങിച്ചിടാം. അവിടെ നിന്ന് നിന്ന ചേച്ചിമാർ പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു മാലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അനുവിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു കടയിൽ കയറിയിട്ട് അനുവിൻ്റെ കമ്മലിന് മാച്ചിങ് ആയിട്ട് കറക്റ്റ് അതുപോലൊരു മാല ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. ഗോൾഡിൽ പേൾ ഇങ്ങനെ വരുന്ന ഇടയ്ക്കിടയ്ക്ക് വരുന്ന പോലത്തെ ഒരു നല്ലൊരു ക്യൂട്ട് മാല കിട്ടി. അതാ കടയുടെ ചേച്ചി തന്നെയാണ് അനുവിന് ഇട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാലയൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് ഫ്രണ്ടിലോട്ട് പോയത്. മുമ്പെയൊക്കെ ഈ ശങ്കരൻ കോവിലിൽ നമുക്ക് വീഡിയോഗ്രാഫിയൊക്കെ അലൗഡ് ആയിരുന്നു. ഇപ്പോൾ അവരത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പ്രൊഫഷണൽ ക്യാമറ കൊണ്ടുപോകണമെങ്കിൽ ഷൂട്ട് ചെയ്യാം, പക്ഷെ ഫോണിൽ ഷൂട്ട് ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല. വീഡിയോ ക്യാമറ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്തോ ഒരു പൈസ അടച്ചു കഴിഞ്ഞാൽ ഈ അമ്പലത്തിനകത്തൊക്കെ ഷൂട്ട് ചെയ്യാം. പക്ഷേ മെയിൻ വിഗ്രഹം നമ്മൾ എടുക്കാൻ പാടില്ല, അങ്ങനെയേ ഉള്ളൂ. ഫോണിൽ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യാൻ അവിടെ സമ്മതിക്കാറില്ല. അപ്പം ഞങ്ങൾ കയറിയത് ഫോൺസ് എല്ലാം അവിടെ ലോക്കറിൽ കൊടുത്തിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് പോയത്. അതുകൊണ്ട് അകത്തുള്ള സംഭവങ്ങളൊന്നും ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അകത്ത് പോയി നന്നായിട്ട് ഞങ്ങൾ തൊഴുതു. ഇത് ശങ്കരനാരായണ സ്വാമി ക്ഷേത്രമാണ് കേട്ടോ. അതൊരു ഭയങ്കര പ്രത്യേകതയാണ്. പകുതി ശിവനും പകുതി നാരായണനുമാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. പിന്നെ ഇവിടുത്തെ പാർവതി ദേവിയാണ് ഗോമതി അമ്മനായിട്ട് വർഷിപ്പ് ചെയ്യുന്നത്. അപ്പം ഗോമതി അമ്മന് പല ഒരു തങ്ക പാവാട ചാർത്തുന്ന ഒരു ചടങ്ങുണ്ട്, അതേപോലെ പാവാട ചാർത്തുന്ന ഒരു ചടങ്ങുണ്ട്. പിന്നെ നമ്മൾ സാരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സാരി ഉടുപ്പിച്ച് നമുക്ക് വേണ്ടി കാണിച്ചു തരും. ഇങ്ങനെ പല 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 ഓരോ നേർച്ചകളാണ് കേട്ടോ. അതിൽ ഞങ്ങൾ തങ്കപ്പാവാട നേർച്ചയാണ് ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത്. അപ്പം ഞങ്ങൾ അതൊക്കെ വളരെ ഭംഗിയായിട്ട് തൊഴുതു. എല്ലാം നല്ല തൊഴുത് തൃപ്തിയെ സന്തോഷത്തോടെ ഞങ്ങൾ പുറത്തിറങ്ങിയത് കേട്ടോ. നല്ല ടയേർഡായി, ഉള്ളിൽ നല്ല ചൂടുണ്ടായിരുന്നു. മറ്റ് അമ്പലങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ ദീപാരാധന നടക്കുന്നതിന് മുന്നേ വരെ നമുക്ക് ഫാൻ ഇട്ട് തരും. ഒരു പരിധി വരെ ചൂട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതും അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു കടയിൽ നിന്ന് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷമാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ.
ഞങ്ങൾ തിരിച്ചവിടെ നിന്ന് നേരെ അഫ്ന പാർക്കിലോട്ട്. എനിക്ക് അവിടെ നടക്കാതെ പോയ ഒരേ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ തിരുനെൽവേലിയിൽ എനിക്ക് ആമിൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തിരട്ടിപ്പാലുണ്ട്. ഈ തിരട്ടിപ്പാലിൻ്റെ മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും അത് എൻ്റെ ഫേവറേറ്റ് സ്വീറ്റാണ്. അതെനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. ഞങ്ങളെല്ലാവരും അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരെ റൂമിലേക്ക് വന്നു. അതായത് നമ്മുടെ റൂമിലോട്ട് കയറുന്നതിന് മുന്നേ അവരുടെ തന്നെ താഴെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. അവിടെ കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് റൂമിലേക്ക് പോയത്. റൂമിൽ വന്ന് ഡെഡ് ടയേർഡ് കേട്ടോ. എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു, അൺസൈക്കബിൾ ബാക്ക് പെയിൻ ആയിരുന്നു. പിന്നെ അവിടെ അത്യാവശ്യമായിട്ട് അശോകനെ വിട്ട് അരുൺ ചേട്ടനും അശോകും കൂടെ പോയി മൂവിൻ്റെ ഓയിൻമെൻറ്റും ഡോളോയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ ഡോളോ ഒക്കെ കഴിച്ച് മൂവൊക്കെ പുരട്ടിയതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. എനിക്ക് അത്രയ്ക്കും ബാക്ക് പെയിൻ ആയിപ്പോയി. മോളെ എടുക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് ബാക്ക് പെയിൻ ആയി. എന്തായാലും ഇതൊരു ഓസം ട്രിപ്പായിരുന്നു. ഞങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു ട്രിപ്പ് നടക്കുന്നത് കേട്ടോ. എൻ്റെ കല്യാണം പ്ലാൻ ചെയ്ത സമയത്ത് ഇവിടെ വരണമെന്ന് വിചാരിച്ചു, നടന്നില്ല. കല്യാണം കഴിഞ്ഞ സമയത്ത് പ്ലാൻ ചെയ്തു, നടന്നില്ല. കൊച്ചു ബേബി ആയതിനു ശേഷവും നമ്മൾ പ്ലാൻ ചെയ്തു, നടന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് ആ ഒരു റൈറ്റ് ടൈം ഇപ്പോഴാണ് വന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് പോയി തൊഴുതപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ അമ്മയ്ക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് വരാൻ പറ്റില്ല. കുഞ്ഞുവാവയ്ക്കും ഡോഗ്സ് ഉള്ളതുകൊണ്ട് സ്റ്റേ ബാക്ക് ചെയ്യേണ്ടി വന്നു. ഇത് രണ്ടും ഒരു വിഷമം തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് തിരിച്ച് പോകുന്ന സമയത്ത് മോള് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പാർക്കിൽ പോവാം അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചു, അതാ പാർക്കിൽ കൊണ്ടുപോകാമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കാറിൽ കയറ്റിയത് കേട്ടോ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു, അയ്യോ മോളെ പറ്റിച്ചല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കഫേ കണ്ടു. അവിടെ ആണെങ്കിലോ ഒരു കിഡ്ക്ക് പാർക്ക് അവിടെ കേട്ടോ. ഹോഴ്സ്, സ്വിങ്, സ്ലൈഡ്സ്, അങ്ങനെ കൊച്ചുബേബി ഭയങ്കര ഹാപ്പി. കൊച്ചുബേബി വിചാരിക്കുന്നത് എന്താ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പാർക്കിൽ കൊണ്ടുപോയെന്നുള്ളതായിരുന്നു. ഞാൻ മനസ്സിലാലോചിക്കുന്നത് എന്തോ മോളെ പറ്റിക്കേണ്ടി വന്നില്ല. ദൈവം ഒരു ചെറിയ കൊച്ചിൻ്റെ ഒരു ആഗ്രഹം ദൈവം സാധിച്ചു കൊടുത്തുണ്ട്. എന്തായാലും കൊച്ചുബേബി അവിടെ ഒരു ലവ്ലി ടൈം സ്പെൻഡ് ചെയ്തു. ഞങ്ങളെല്ലാം നല്ല കിടിലം ഒരു ടീ ഒക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് പോയത്. അപ്പം ഞാനിത് ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയതുകൊണ്ട് ഈ ഒരു വിഷ്വൽസിൽ ഈ വ്ളോഗ് എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ട്രിപ്പും വിശേഷങ്ങളും ഒക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ശങ്കരൻകോവിലിൽ പോയിട്ടില്ലെങ്കിൽ ജസ്റ്റ് പോയി നോക്കൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ടെമ്പിളാണ്. ഒത്തിരി മാറ്റങ്ങൾ ലൈഫിൽ വരും കേട്ടോ. ഞങ്ങൾ അതിലൊക്കെ കുറേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. എന്തായാലും ഈ ഒരു ട്രിപ്പ് മറക്കാനേ പറ്റില്ല. ഇതൊരു ബ്യൂട്ടിഫുൾ മെമ്മറി ആയിട്ട് ഇനി സ്റ്റേ ചെയ്യും. ഇത്രയും നാളും ഞങ്ങളുടെ ലാസ്റ്റ് ട്രിപ്പ് ഞാനും അച്ഛനും അമ്മയും കൂടെ വന്നൊരു ട്രിപ്പായിരുന്നു. ഇനി മുതൽ എനിക്ക് ഇത് ആലോചിക്കാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞ് ആലോചിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി വേറെ വീഡിയോയിൽ കാണാം. ലവ് യു ഗൈസ് സോ മച്ച്. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മൾ 500K 600Kയിലോട്ടായിരിക്കുവാണ്. സോ ഫാസ്റ്റ്. എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 5,60,000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അവിടെ നിന്ന് പെട്ടെന്നാണ് നമ്മൾ 600Kയോട്ട് വന്നിരിക്കുന്നത്. കീപ് സപ്പോർട്ടിങ്. ഒരു 1 മില്യൺ ആക്കി തന്നു കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ എനിക്ക് വാങ്ങിക്കാൻ പറ്റും. ഒന്ന് സഹായിക്കാം. സ്നേഹം പകർന്നു തരണം. അപ്പം ശരി, നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാമേ. ബൈ.